മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമായി വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു പറയുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു ദുആ എന്നാണ് പറഞ്ഞത്, പ്രാർത്ഥന എന്നാണ് പറഞ്ഞത്. ഇനി ഖലീൽ ബുഖാരി തങ്ങൾ കപ്പലിൽ കയറിയപ്പോൾ സംഭവിച്ച കഥ അദ്ദേഹം തന്നെ വിവരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കുറെ മിറ്റുകൾ ഉയരത്തിലുള്ള ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് മനസ്സുകൾ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും എവിടെ നിന്ന് കാണാൻ പോലും സമയത്ത് ഓർമ്മ വന്നത് മണിക്കൂറുകളോളം നിരങ്ങും മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ. ബദ്രീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് രക്ഷിക്കാൻ ഒരാളുമില്ല, നിങ്ങളല്ലാതെ എനിക്ക് വിളിക്കാൻ ഒരാളുമില്ല. ആരെയാണ് അദ്ദേഹം ഇഖ്ലാസോട് കൂടി വിളിച്ചത്? അള്ളാഹുവിനെയാണോ അതല്ല ബദ്രീങ്ങളെയാണോ? എത്ര ഗൗരവപ്പെട്ട വാക്കാണ് അദ്ദേഹം പറയുന്നത് നോക്കുന്നത്. ബദ്രീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് ആരാണ്? മുസ്ലിം പേരുള്ള ഒരാളാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, മക്കയിലെ മുശ്രിക്കുകൾ അവർ തങ്ങൾക്ക് നേരെ തിരമാലകൾ ആർത്തലച്ച് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന വേദന നിറഞ്ഞ അവസ്ഥയാണിത്. അൽ അലൂസി റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ തഫ്സീറിൽ സമാനമായൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഒരാൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഇതുപോലെ ആടിയൊലഞ്ഞു. ഇതോടുകൂടി മുസ്ലിമീങ്ങൾ അവർ പലരെയും വിളിക്കാൻ തുടങ്ങി. ചില ആളുകൾ മഹ്ദി ഷേഖിനെ വിളിക്കുന്നു, വേറെ ചില ആളുകൾ ബദരീങ്ങളെ വിളിക്കുന്നു, വേറെ ചില ആളുകൾ വേറെ പലതിനെയും വിളിക്കുന്നു. അത് കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ അഗ്രിഖ്, അല്ലാഹുമ്മ അഗ്രിഖ്, അള്ളാഹു നീ കപ്പൽ അങ്ങ് മുക്കിക്കളഞ്ഞേക്ക്. അയാളുടെ വിഷമം കൊണ്ട് അയാൾ പറഞ്ഞു പോയതാണ്. അയാൾ പറഞ്ഞ വാക്ക് ശരിയാണോ അല്ലേ എന്നതല്ല. അയാൾ പറഞ്ഞു, ലൈസ ഫി സഫീനതി മൻ യഅ്ബുദുക്, ഈ കപ്പലിൽ അള്ളാഹു നിന്നെ ആരാധിക്കുന്ന ഒരാളും ബാക്കിയില്ല. സുബ്ഹാനല്ലാഹ്. കപ്പലിൽ കയറിയാൽ മക്കയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം മുന്നിൽ കാണുന്ന സമയം എന്നത് അവൻ്റെ ഹൃദയത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിൽ അവൻ്റെ ഫിത്രത്തിൽ, അവൻ്റെ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹുവിലേക്ക് അവൻ അടുക്കുന്ന സമയമാണത്. ആ ഘട്ടത്തിൽ പോലും മുസ്ലിം പേരുള്ള ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്നതിലേക്കാണ് എത്തുന്നത് എങ്കിൽ എന്തുമാത്രമാണ് തൗഹീദ് അവരുടെ ഹൃദയത്തിന് അപരിചിതമായിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ, പ്രയാസമില്ലാത്ത ഘട്ടങ്ങളിൽ നീ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുക. സുഖമുള്ള സന്ദർഭങ്ങളിൽ, എളുപ്പമുള്ള സമയങ്ങളിൽ, യഅരിഫ്ക ഫിശ്ശിദ്ദ, എങ്കിൽ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ നീ അള്ളാഹുവിനെ കഠിനമായി വിളിക്കുന്ന സമയങ്ങളിൽ അള്ളാഹു നിന്നെ തിരിച്ചറിയുന്നതാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, പ്രയാസം കടുക്കുന്ന ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദുആ ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഇനി എപ്പോഴാണ് അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്? ഇനി എപ്പോഴാണ് അവർക്ക് അള്ളാഹുവിനോടൊരു ദുആ ഉള്ളത്, അള്ളാഹുവിനോട് പ്രാർത്ഥനയുള്ളത്? കപ്പലിൽ അകപ്പെട്ട സന്ദർഭത്തിൽ മുശ്രിക്കുകൾ വിളിച്ച പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു ദുആ എന്ന്. അത് ദുആ ആണെങ്കിൽ ഖലീൽ തങ്ങൾ ഈ പറയുന്നതോ അത് ദുആ അല്ലേ? അദ്ദേഹം പറയുന്നത്, ബദ്രീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളില്ലെന്ന്, നിങ്ങളല്ലാതെ എനിക്കൊരു രക്ഷയില്ല എന്ന്. തൻ്റെ ഏറ്റവും അടുത്ത അനുചരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തില്ലേ? അബൂബക്കർ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, അല്ലാഹുവേ ഞാനിതാ ധാരാളം അതിക്രമങ്ങൾ ചെയ്തു പോയിരിക്കുന്നു. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റൊരാളില്ല. നോക്കൂ, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിച്ചു നോക്കൂ നിങ്ങൾ, അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹ് വയക്ഷിഫു السوء വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅല്ലാഹ്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹ്, കഠിനമായ പ്രയാസത്തിൽ അകപ്പെട്ടവൻ വിളിച്ചു ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായി ആരുണ്ട്? വയക്ഷിഫു السوء, നിങ്ങളുടെ പ്രയാസം നീക്കിത്തരാൻ നിങ്ങൾക്ക് ആരുണ്ട്? വയജഅലുകും ഖുലഫാഅൽ അർദ്, നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കാൻ ആരുണ്ട്? അഇലാഹു മഅല്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് സഹായതേട്ടം നടത്താൻ മറ്റൊരു ഇലാഹുണ്ടോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, അദ്ദേഹം പറയും, ഞാൻ കപ്പലിൽ പോകുമ്പോൾ പറയും, ബദ്രീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളില്ല. എത്ര അപകടകരമായ, ദുഃഖകരമായ അവസ്ഥയിലാണ് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്.